നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻത്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ, ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ, പുതുമന ഗോൾഡ് ഹൗസ് മെയിൻ റോഡ് പയ്യന്നൂർ, ABC സെയിൽസ് കോർപ്പറേഷൻ കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ, മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. UDF-ൽ ഉമ്മൻചാണ്ടിയും VM സുധീരനും കീരിയും പാമ്പും പോലെയാണെന്ന് CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പയ്യന്നൂരിൽ തുറന്നു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ M നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അപകടക്കെണിയൊരുക്കി പെരുമ്പടവ് മാവുള്ളപ്പൊയിൽ പാലം. പാലം ഭീഷണിയാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ. കാർഷിക മേഖല ശ്മശാന ഭൂമിയാവുകയാണ്. കാർഷിക മേഖലയിലുണ്ടായിരുന്ന സഹായ പദ്ധതികൾ വെട്ടിക്കുറച്ചതും ഉൽപ്പന്ന വില തകർച്ചയും കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. റേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്ത ചെയ്തിരുന്നു. വാർത്തകൾ വിശദമായി. UDF-ൽ ഉമ്മൻചാണ്ടിയും VM സുധീരനും കീരിയും പാമ്പും പോലെയാണെന്നും കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർത്തെറിഞ്ഞ UDF സർക്കാർ ഇനിയും അധികാരത്തിൽ വരുമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നത് കണ്ടാമൃഗത്തേക്കാൾ തൊലിക്കെട്ടി UDF സംവിധാനത്തിനുള്ളതുകൊണ്ടാണെന്നും CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ എല്ലാ നല്ല പാരമ്പര്യങ്ങളും തകർക്കുന്ന ഒരു ഭരണമാണ് 4 വർഷം പൂർത്തിയാവാനിരിക്കെ UDF-ന്റെ ഭരണം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദർശ ശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഭരണകക്ഷിയിൽ നിന്ന് ആരെയെങ്കിലും ചാക്കിട്ട് പൊടിച്ച് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനില്ല. പക്ഷെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. തമ്മിലടിക്കുന്ന ഒരു ഭരണമാണ് ഇത്. എന്നിട്ടും അവർ വീണ്ടും അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കണ്ടാമൃഗത്തേക്കാൾ വലിയ ചർമ്മ ബലം ഉള്ള ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമാണ് അതെന്നേ പറയാൻ പറ്റും. കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി തന്നെ നിരവധി അഴിമതി കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിട്ടും രാജിവെക്കുന്നില്ല. നേരത്തെ സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ചും യാതൊരു അന്വേഷണവും ഇല്ല എന്നായിരുന്നു ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. എന്നാൽ അന്വേഷണം നടത്തുന്ന ജഡ്ജി തന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കി. മുഖ്യമന്ത്രി ഇപ്പോ വിചാരണ നേരിടാൻ പോകുന്ന ഒരാളാണ്. അപ്പോ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് സാങ്കേതികമായി 5 വർഷം അവർക്ക് തുടരാമെന്ന് ഉണ്ടെങ്കിലും ജനഹിതം UDF സർക്കാരിനെതിരാണ്. മുഖ്യമന്ത്രിയുടെ രാജി കേരളത്തിലെ ജനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യം ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC രജത ജൂബിലി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ M നാരായണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 11-12 തീയതികളിലാണ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC രജത ജൂബിലി സംസ്ഥാന സമ്മേളനം പയ്യന്നൂരിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ബോംബെ ഹോട്ടലിന് സമീപത്തായി സംഘാടക സമിതി ഓഫീസ് തുറന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സെഷനുകളിലായി മലബാർ ദേവസ്വം ഭരണത്തിന്റെ പിഴവുകൾ ചർച്ച ചെയ്യപ്പെടുമെന്നും ബ്യൂറോക്രാഫ്റ്റുകളുടെ മുഖംമൂടി പിച്ചിച്ചീന്തി മലബാറിലെ ക്ഷേത്രഭരണം സുഗമവും സുതാര്യവുമാക്കുന്നതിന് സമ്മേളനം വേദിയാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ M നാരായണൻകുട്ടി അഭിപ്രായപ്പെട്ടു. വിവിധ പരിപാടികളും കലാപരിപാടികളും സമ്മേളനങ്ങളും ചർച്ചകളും സെമിനാറുകളും അടക്കം ഘോഷയാത്രയുമടക്കം വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയന്റെ
സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമായി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ചടങ്ങിൽ വി ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, കെ പി ശ്രീധരൻ, എം കെ രാജൻ, അഡ്വക്കേറ്റ് കെ സി ഗണേശൻ, സജീവൻ കുട്ടമത്ത്, വി സി നാരായണൻ, കുഞ്ഞിക്കണ്ണൻ, സുനിൽ രാമന്തളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മോട്ടോർ വാഹന വ്യവസായത്തെ കോർപ്പറേറ്റുകൾക്കും കുത്തക കമ്പനികൾക്കും അടിയറവ് നൽകുന്നതിന് താക്കീതായി മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU മാടായി ഏരിയ കമ്മിറ്റി പിലാത്തറയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സായാഹ്ന ധർണയ്ക്ക് മുന്നോടിയായി പിലാത്തറ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. മോട്ടോർ വാഹന വ്യവസായത്തെ കോർപ്പറേറ്റുകൾക്കും കുത്തക കമ്പനികൾക്കും അടിയറവ് വയ്ക്കുന്നതിന് താക്കീതായാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU മാടായി ഏരിയ കമ്മിറ്റി സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പിലാത്തറയിൽ നടന്ന ധർണ IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിയമത്തെ സംബന്ധിച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള CITU വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈ വരാനിരിക്കുന്ന നിയമം റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് സേഫ്റ്റി ബിൽ CM വേണുഗോപാലൻ അധ്യക്ഷനായി. കെ കുഞ്ഞിക്കണ്ണൻ, UB രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 7 ഷീജ ചികിത്സാ സഹായ നിധിയിലേക്ക് ഓട്ടോ തൊഴിലാളി യൂണിയൻ പിലാത്തറ ഡിവിഷൻ കമ്മിറ്റി തുക നൽകി. CM വേണുഗോപാലിൽ നിന്നും M രവീന്ദ്രൻ തുക ഏറ്റുവാങ്ങി. കാർഷിക മേഖല ശ്മശാന ഭൂമിയാവുകയാണ്. കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന സഹായ പദ്ധതികൾ വെട്ടിക്കുറച്ചതും ഉൽപ്പന്ന വില തകർച്ചയും കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. പ്രതിസന്ധിയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസിന്റെ വാർത്താ പരമ്പര. റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ആദ്യം. റബ്ബർ വില കഴിഞ്ഞ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുന്നു. വ്യാഴാഴ്ചത്തെ വിപണി വില 100 രൂപയാണ്. റബ്ബർ വില ഉയർത്താൻ സംസ്ഥാന സർക്കാർ വിളിച്ചുയർത്ത ടയർ കമ്പനിക്കാരുടെ യോഗം ടയർ വില ഉയർത്താനേ ഉപകരിച്ചിട്ടുള്ളൂ. രാജ്യത്തിലെ ഏറ്റവും വലിയ റബ്ബർ വ്യവസായിയായ MRFന്റെ അറ്റാദായം 166 കോടിയിൽ നിന്ന് 228 കോടിയായി ഉയർന്നത് വില തകർച്ച ടയർ മുതലാളിമാരെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കുന്നു. കേരളത്തിലെ ആകെ കൃഷിഭൂമിയുടെ 5-1 ഭാഗം റബ്ബർ മരങ്ങളായതിനാൽ റബ്ബർ വില തകർച്ച കേരളത്തിലെ സമ്പദ്ഘടനയെ കാര്യമായി ബാധിക്കുമെന്നുറപ്പാണ്. തനിച്ച് ടാപ്പിംഗ് ചെയ്താലും ഒന്നും കിട്ടാനൊന്നുമില്ല. റബ്ബറിന്റെ വിലയെല്ലാം ഇടിഞ്ഞ്, അതുകൊണ്ട് ഇതിങ്ങനെ ഒഴിവാക്കിയിട്ടേക്കുക. ഇതിനി വയക്കുന്നൊന്നുമില്ല, കാടെല്ലാം പിടിച്ച് കിടക്കുക. റബ്ബർ ഇനി മുറിച്ചിട്ടല്ലെങ്കിൽ പച്ചക്കറിയോ വാഴയോ കപ്പയായിട്ട് ഇടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ തെങ്ങ് വെക്കുകയോ. റബ്ബറിനെ നോക്കിയിട്ട് ഇനി കാര്യമില്ല. റബ്ബറിനെ ഇനി ആശ്രയിച്ച് ഇനി വരും കാലങ്ങളിൽ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റബ്ബറിന് വില കുറഞ്ഞതുകൊണ്ട് ടാപ്പിംഗിലും വളരെ കുറച്ചിരിക്കുകയാണ്. ടാപ്പിംഗ് അധികം താമസിക്കാൻ നിർത്തും. നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായി, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കേരളത്തിലെ 12 ലക്ഷത്തോളം റബ്ബർ കർഷകരുടെ വരുമാനമാണ് ഇതുമൂലം നിലയ്ക്കുന്നത്. വൻകിട തോട്ടമുടമകളും സ്വയം ടാപ്പിംഗ് ചെയ്യുന്നവരും മാത്രമാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഭൂരിപക്ഷം ചെറുകിട കർഷകരും ഈ മേഖലയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. കടകളിലാണെങ്കിൽ വ്യാപാരം ഇപ്പോൾ ഏതാണ്ട് നിലച്ച മട്ടാണെന്ന് വ്യാപാരികളും പറയുന്നു. അതിനാൽ വില ഇനിയും ഇടിയാനാണ് സാധ്യത. ഒരു 100 ടണ്ണോളം മേടിച്ച റബ്ബർ ഡീലേഴ്സിന്റെ അടുത്ത് ഇപ്പോൾ 1 ടണ്ണാണ് കമ്പനി സാധനം മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരക്ക് നീങ്ങുന്നില്ല, ഗോഡൌണെല്ലാം ഫുള്ളായി. ഇതിന്റെ വലിയ പ്രത്യാഘാതം എന്ന് വെച്ചാൽ റബ്ബർ എടുത്തിട്ട് വിപണനം നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മേഖലയൊക്കെ റബ്ബർ അധിഷ്ഠിത കൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ മേഖല നിശ്ചലമായതുകൊണ്ട് മൊത്തം എല്ലാ നാട് തന്നെ നിശ്ചലമായ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടെന്നില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മലഞ്ചരക്ക് മേഖലയും കച്ചവടക്കാരും. അതിൻ്റെ പ്രത്യേകത നാട്ടിലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നടപടി ഏറ്റവും അടിയന്തരമായിട്ട് അധികൃതർ തിരുത്തിയിട്ടില്ലെങ്കിൽ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ റബ്ബർ ബോർഡും പരാജയപ്പെടുകയാണ്. സർക്കാരിന്റെ റബ്ബർ ഭരണം അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. റബ്ബർ ഷീറ്റിന്റെ വില മാത്രമേ ഇടിയുന്നുള്ളൂ. ഉൽപാദന ചെലവ് നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. രാസവളം, കീടനാശിനി, ടാപ്പിംഗ് കൂലി, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഇവയെല്ലാം നിത്യേന വർദ്ധിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റബ്ബർ ബോർഡും സ്വീകരിക്കുന്ന നയങ്ങളാണ് പ്രതിസന്ധിക്കു പ്രധാന കാരണമായി പറയുന്നത്. ഇറക്കുമതി നയം മാറ്റാതെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെയുള്ള വ്യവസായ മുതലാളിമാർക്ക് അത് പ്രയോജനം ചെയ്യും, കൃഷിക്കാരന് അത് പ്രയോജനം ചെയ്യില്ല. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെയുള്ള
കൃഷിക്കാരന്റെ ഉൽപ്പന്നത്തിന്റെ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് അസംസ്കൃത വസ്തുക്കൾ വ്യവസായ സ്ഥാപനങ്ങളിൽ കിട്ടും. വ്യവസായ മുതലാളിമാർക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാം, കൃഷിക്കാരന് അതുകൊണ്ട് നഷ്ടമേ ഉള്ളൂ. അതുകൊണ്ട് ഇറക്കുമതി നയം മാറ്റണം, നികുതി ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കെല്ലാം വർദ്ധിപ്പിക്കണം. ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില ന്യായമായി പരിരക്ഷിക്കണം. ഇത് മാത്രമേ വഴിയുള്ളൂ. ബഹുരാഷ്ട്ര കമ്പനികളെയും ഇന്ത്യൻ കോർപ്പറേറ്റുകളെയും പ്രീതിപ്പെടുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇറക്കുമതി നയം തിരുത്താൻ ഒന്ന് മനസ്സുവെച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും റബ്ബറിന്റെ വിലയിടിവ് സംസ്ഥാനത്തിന്റെ മൊത്തം പ്രതിസന്ധിയായി മാറുമെന്നതിൽ സംശയമേതും വേണ്ട. പെരുമ്പടവ് മാവുള്ളപ്പൊയിലെ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രദേശവാസികൾ. ഏതൊരു നാടിന്റെയും വികസന കാര്യങ്ങളിൽ എടുത്തു പറയാവുന്നവയാണ് നല്ല റോഡും സുരക്ഷിതമായ പാലവുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നാടിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ അവ പെടുന്നതും. ഇത് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാവുള്ളപ്പൊയിൽ പാലം. ഒരു കാലത്ത് നാടിന്റെ യശസ്സുയർത്തിയ ഒന്നായിരുന്നു ഈ പാലവും. എന്നാൽ ഇന്ന് ഈ പാലത്തിന്റെ സ്ഥിതി നോക്കിയാൽ യശസ്സിനു പകരം കളങ്കത്തിലേക്ക് വഴിമാറുകയാണ്. ദൃശ്യം സൂചിപ്പിക്കുന്ന നിലയിൽ അധികകാലം ഈ പാലം മുന്നോട്ടു പോയാൽ കളങ്കത്തിൽ നിന്നും മാറി നാടിന്റെ തന്നെ കണ്ണീരാകും ഈ പാലം. അത്രയ്ക്ക് അപകടക്കെണിയൊരുക്കിയാണ് ഈ പാലം ഇന്ന് നിലനിൽക്കുന്നത്. കാണുമ്പോൾ ചെറുതാണെങ്കിലും ഈ പാലത്തിലൂടെ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേരാണ് ദിവസേന കടന്നുപോകുന്നത്. ഇൻഷുറൻസ് എടുത്തവർക്ക് ഇന്നീ പാലത്തിലൂടെ ധൈര്യമായി കടന്നുപോകാം എന്ന സ്ഥിതിയാണ്. ആദ്യം ഇതൊരു കൗങ്ങിൻ പാലമായിരുന്നു, പിന്നീട് കമ്പിപ്പാലമായി. 1988-89 ആയപ്പോഴേക്കും പഞ്ചായത്ത് നടപ്പാലം നിർമ്മിച്ചു നൽകി. എന്നാൽ അധികം നീണ്ടു നിന്നില്ല. 2010 ആയപ്പോഴേക്കും പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. പിന്നീട് അധികൃതർ ആരും തന്നെ ഈ പാലത്തെ തിരിഞ്ഞു നോക്കിയില്ല. ജനങ്ങൾ മൊത്തം കോയിപ്പറ, വെള്ളോറ, മാധവങ്കരം, കുറ്റൂര് ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ അമ്പലത്തിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. അതുപോലെ തന്നെ സ്കൂളിൽ പോകാനുള്ള സ്കൂൾ കുട്ടികളും വർഷകാലത്തിൽ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു പാലം ഇല്ലാത്തതിൻ്റെ പേരിൽ. കാരണം വർഷകാലത്ത് വെള്ളപ്പൊക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ കഴുകുന്തോട്ടം മൊത്തം ആ ഇരുകര മുട്ടി പാലത്തിൻ്റെ മേലെ കൂടെ ഇപ്പോഴുള്ള നടപ്പാലത്തിൻ്റെ മേലെ കൂടെ പോകുന്നൊരവസ്ഥയുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് ജനങ്ങൾ നാട്ടുകാർ വന്നിട്ട് കുട്ടികളെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ് കെട്ടിയിട്ടും വെള്ളത്തിലൂടെ നടന്നിട്ട് കയറ് കെട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ കടത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാലം വളരെ അത്യാവശ്യമാണ്. 300ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാലമായിട്ട് കൂടിയാണ് ബന്ധപ്പെട്ടവർ ഈ അവഗണന കാണിക്കുന്നത്. ഈ പാലത്തിൽ കൂടിയുള്ള യാത്രയേക്കാൾ നല്ലത് പാലത്തിന്റെ താഴെ കൂടി കയറുകെട്ടി പോകുന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന ഭിത്തിയാണെങ്കിലോ അതിലും അപകടാവസ്ഥയിൽ. എന്നിട്ടും പ്രദേശവാസികൾ ഇതിലൂടെ തന്നെ കടന്നു പോകുന്നത് ബന്ധപ്പെട്ടവരോടുള്ള പ്രതികരണമാകാം. ഇപ്പോൾ പകുതി കോൺക്രീറ്റും പകുതി പലകയുമാണ് പാലത്തിന്റെ അവസ്ഥ. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റേഷൻ കട, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള മാർഗവും ഈ പാലമാണ്. ഇവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ ഒരു പാലം ഉണ്ടായാലും ഈ നാട്ടിന് തന്നെ ഒരു മോശം കിട്ടുന്ന രീതിയിലാണ്. ഇത് വളരെ കാലമായി ഈ പാലത്തിന് വേണ്ടിയുള്ളൊരു ശ്രമം തുടങ്ങിയിട്ട് 20 കൊല്ലം മുമ്പേ പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു നടപ്പാലം അനുവദിച്ചു. ഇപ്പോൾ ആ നടപ്പാലം 4 കൊല്ലമായിട്ട് ആ നടപ്പാലം പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നാട്ടുകാരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് 1,65,000 ഉറുപ്പ്യ കൊടുത്തിട്ട് 2008 8.5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് സമാന്തരമായിട്ടുള്ള ഇതാക്കാൻ വേണ്ടി 8.5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും ശരിയാക്കി ഇതിൻ്റെ മൈനിങ് ഒക്കെ കഴിഞ്ഞ് എസ്റ്റിമേറ്റൊക്കെ അയച്ചു എന്നാണ് അറിവ്. പക്ഷേ ഇതുവരെ സർക്കാരിൽ നിന്ന് പാസ്സായിട്ടില്ല. ഇപ്പം വീണ്ടും റിവൈസ് എസ്റ്റിമേറ്റ് അയച്ചിട്ട് ഇതിൻ്റെ ഇതിൽ അയക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ് എന്നാണ് ഇത് അതിൻ്റെ അന്വേഷണ ദിവസത്തിൽ മനസ്സിലാവുന്നു. പാലത്തിനായി 4,60,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നാട്ടുകാർ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ നാട് വലിയൊരു വിപത്ത് തന്നെ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പയ്യന്നൂർ ഗാന്ധി പാർക്ക് റോഡിന്റെ 2ാം ഘട്ട ഇന്റർലോക്ക് പ്രവൃത്തികൾ ആരംഭിച്ചു. ഗാന്ധി പാർക്ക് മുതൽ മെയിൻ റോഡ് വരെയാണ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ഇതുവഴി ഗതാഗതം നിരോധിച്ചിരിക്കുകയാണെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ഗാന്ധി പാർക്ക് റോഡ് ഇന്റർലോക്ക് ചെയ്യുന്ന 2ാം ഘട്ട പ്രവൃത്തി ആരംഭിച്ചു. നിലവിൽ ടാർ ചെയ്ത ഭാഗം നീക്കം ചെയ്താണ് ഇന്റർലോക്ക് ചെയ്യുന്നത്. ഗതാഗതത്തിന് തടസ്സമായ വൻമരം പിഴുതുമാറ്റുകയും വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്താണ് നിർമ്മാണ പ്രവർത്തനം. ഇന്റർലോക്ക് പ്രവൃത്തി പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂവെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു.
പയ്യന്നൂർ ഫെസ്റ്റിൽ വെള്ളിയാഴ്ച നടന്ന സാംസ്കാരിക സായാഹ്നം മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി.ഐ. മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും. മതമെന്ന് പറയുന്നത് മനുഷ്യനിൽ സ്നേഹം നിറക്കുന്ന, മനുഷ്യനിൽ സൗഹൃദം ഒരു പൂ വിരിയുന്നത് പോലെ വിരിയിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വിസ്തൃതമായിട്ടുള്ള മാനവികതയുടെയും കാരുണ്യത്തിൻ്റെയും എല്ലാം സന്ദേശം നമ്മളിലേക്ക് നിറക്കേണ്ട ഒന്നാണ് മതം. എന്നാൽ ആ മതം തങ്ങളുടെ ആക്രമണങ്ങൾക്കുള്ള മറയായിട്ട് ഉപയോഗിക്കുന്ന ഭീകരത ലോകത്ത് ഏറ്റവും ബീഭത്സമായിട്ട് കളിയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി നമ്മുടെ രാജ്യത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വലിയ വേവലാതികളോട് കൂടിയിട്ടാണ് നമുക്കതെല്ലാം കാണേണ്ടി വരുന്നത്. മതമെന്ന് പറയുന്നത് മനുഷ്യനിൽ സ്നേഹം നിറയ്ക്കുന്ന, സൗഹൃദം വിരിയിക്കുന്ന, മാനവികതയുടെയും കാരുണ്യത്തിന്റെയും സന്ദേശം നിറയ്ക്കേണ്ടതാണെന്നും എന്നാൽ അത് ആക്രമണങ്ങൾക്ക് മറയാക്കുന്ന ഭീകരത കളിയാടുന്ന വിധത്തിലാക്കിയതിൽ വലിയ ആശങ്കയുണ്ടെന്നും അത്തരം സാഹചര്യത്തിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ച് എങ്ങനെയാണ് നമുക്ക് സന്തോഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇഴുകിച്ചേരാൻ സാധ്യമാക്കുകയെന്ന അന്വേഷണത്തിലൂടെയുള്ള പയ്യന്നൂർ നഗരസഭയുടെ ലോകത്തിനുള്ള സന്ദേശമാണ് പയ്യന്നൂർ ഫെസ്റ്റ് എന്ന് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി.ഐ. മധുസൂദനൻ അഭിപ്രായപ്പെട്ടു. കെ. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ജെ.സി. സോണൽ പ്രസിഡന്റ് കെ. സതീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. സി. ഉണ്ണികൃഷ്ണൻ, കെ. സി. രാജൻ, ഇ. എ. ബാലൻ, രവീന്ദ്രൻ നായനാർ, ഹരി പുതിയില്ലത്ത്, മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയതയും വളർന്നുവരുന്ന ജാതി സ്പർദ്ധയ്ക്കുമെതിരെ SFI പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന കൂട്ടായ്മ നടത്തി. പെരിങ്ങോം ടൗണിൽ നടന്ന പരിപാടി എം. ഷാജർ ഉദ്ഘാടനം ചെയ്തു. പി. റഷീദ്, പി. സിനിൽ, കെ. ധനൂപ് എന്നിവർ പ്രസംഗിച്ചു. RSS അധികാരത്തിൽ വന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യയിലെ ചരിത്ര പാഠപുസ്തകങ്ങൾ പോലും വളച്ചൊടിക്കുകയാണ്. നിലവിൽ നോക്കണം, ലോകത്തിന് മുന്നിലേക്ക് അഭിമാനമാണ് ഈ രാജ്യം. എങ്ങനെയാ ഒരുപക്ഷെ മംഗൾയാൻ അത് ഞങ്ങളുടെ രാജ്യം ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ഒന്നാമത്തെ അത്ഭുതം തന്നെയായിരുന്നു. എങ്ങനെയാ ഇന്ത്യ പോലുള്ള ഒരു വികസന രാജ്യങ്ങൾ, ആ രാജ്യത്തിനകത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരം ഒരു ശാസ്ത്രജ്ഞങ്ങൾക്കപ്പുറത്തേക്ക് ശാസ്ത്രം വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഈ രാജ്യം ലോകത്തിനകത്തേക്ക് അഭിമാനമുണ്ട് ഒരു ഘട്ടം. ആ ഘട്ടത്തിനകത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തിന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിനകത്തേക്ക് ഇതാ ഉപഭോക്താക്കൾക്ക് സഹായവുമായി വിവിധ കേന്ദ്രങ്ങളിൽ റേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. റേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്ത ചെയ്തിരുന്നു. റേഷൻ കാർഡ് പുതുക്കുന്നതിനും പുതിയ കാർഡ് എടുക്കുന്നതിനുമുള്ള അപേക്ഷാ ഫോറത്തിലെ അപാകതയെക്കുറിച്ചും ഇതുമൂലം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ചും നെറ്റ്വർക്ക് ചാനൽ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. എട്ടിക്കുളം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSSന്റെയും പാലക്കോട് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് രാമതളി പഞ്ചായത്ത് 10ാം വാർഡിൽ റേഷൻ കാർഡ് പുതുക്കൽ ഫോം പൂരിപ്പിക്കാൻ സഹായ കേന്ദ്രം തുറന്നത്. സ്കൂൾ NSS വളണ്ടിയർമാരും ക്ലബ്ബ് പ്രവർത്തകരും ഫോം പൂരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 2ാം പ്രവൃത്തി ദിനം പിന്നീട് അറിയിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർഡ് മെമ്പർ KC അബ്ദുൽ ഖാദർ, PTA പ്രസിഡന്റ് BP ഗംഗാധരൻ, കോർഡിനേറ്റർ ലതീഷ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഫോം പൂരിപ്പിക്കുന്നതിന് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് KPCC നിർവാഹക സമിതി അംഗം K. വെളുത്തമ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലായി നിരവധി പേരാണ് അപേക്ഷ പൂരിപ്പിക്കാനെത്തുന്നത്. 2 വൃക്കകളും തകരാറിലായ വെള്ളൂരിലെ P. സുമേഷ് തുടർന്നുള്ള ജീവിതത്തിനായി ഉദാരമതികളുടെ സഹായം തേടുകയാണ്. ജീവിതം തിരിച്ചുപിടിക്കാനുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് ലക്ഷങ്ങളാണ് ചിലവ്. നിർധനരായ കുടുംബത്തെ സഹായിക്കാൻ P. സുമേഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ. വെള്ളൂരിലെ കാങ്കോക്കാരൻ ബാലന്റെയും ഓമനയുടെയും മകൻ P. സുമേഷ് വൃക്കസംബന്ധമായ അസുഖം മൂലം ജീവിത പ്രതിസന്ധി നേരിടുകയാണ്. 2 വൃക്കകളും തകരാറിലായ സുമേഷിന് ജീവിതം തിരിച്ചുപിടിക്കണമെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 20 ലക്ഷത്തോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയ ഈ നിർധന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം മാത്രമാണ്. സാഹചര്യത്തിലാണ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. വനജ ചെയർമാനും E. കരുണാകരൻ കൺവീനറുമായ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. നിർധന കുടുംബത്തെ സഹായിക്കുന്നതിനായി ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഉദാരമതികളുടെ സഹായവും കൂടി തേടുകയാണ് ഈ കുടുംബം. മാതാപിതാക്കളുടെ വൃക്ക സുമേഷിന് അനുയോജ്യമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വൃക്ക കൂടി പുറമെ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൂടി കണക്കൂട്ടുമ്പോൾ ഒരു 20 ലക്ഷം രൂപയിലധികം ചിലവ് വരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവർക്കിത് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ
ബാലൻ്റെ കുടുംബത്തെക്കുറിച്ച് അടുത്തറിയുന്ന നാട്ടുകാരുടെയൊക്കെ വിപുലമായ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചികിത്സാ ചെലവുകൾ നിർവഹിക്കുന്നതിനായി പരമാവധി സാമ്പത്തിക സഹായങ്ങൾ വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിലെ SB അക്കൗണ്ട് നമ്പർ 12554 എന്ന അക്കൗണ്ടിലേക്കോ കമ്മിറ്റിക്ക് നേരിട്ടോ സംഭാവന നൽകാവുന്നതാണ്. AKBAയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ TKV അനുസ്മരണം സംഘടിപ്പിച്ചു. AC മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ കാലത്ത് പണിമുടക്ക് എന്നാൽ ഉഭയകക്ഷി ചർച്ച മാത്രമാണെന്ന് AC മാധവൻ അഭിപ്രായപ്പെട്ടു. ബാങ്ക് ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച PK വേലായുധൻ നായർ എന്ന TKVയുടെ 33-ാം ചരമവാർഷിക ദിനം ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പയ്യന്നൂർ ടൗൺ കമ്മിറ്റിയുടെയും SBT എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് സോണിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് പണ്ടുള്ള സമരങ്ങളിൽ നിങ്ങളുള്ള കാര്യങ്ങള് പണിമുടക്ക് ദിവസം വീട്ടിൽ കുത്തിരിക്കുന്ന പരിപാടിയല്ലേ. ഇന്ന് അന്നൊന്നും അല്ല. AIB ഒറ്റക്കാണ് സമരം നടത്തി ഈ ഉഭയകക്ഷി കരാർ നേടിയെടുത്തിട്ടുള്ളത്. പുതിയ തലമുറയ്ക്ക് പണിമുടക്കെന്നാൽ ഉഭയകക്ഷി ചർച്ച മാത്രമാണ്. ഇന്ന് അത്തരം സ്ഥിതിയിലെത്താൻ TKV പോലുള്ളവർ ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് AC മാധവൻ പറഞ്ഞു. SBTയെ SBIയിൽ ലയിപ്പിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, SBTയെ SBIയിൽ വിമുക്തമാക്കുക എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും തദവസരത്തിൽ നടന്നു. കേരളത്തിന്റെ ഏക പൊതുമേഖലാ ബാങ്കായ SBT SBIയിൽ ലയിപ്പിച്ചാൽ കേരളത്തിലെ നിക്ഷേപത്തിന്റെ പ്രയോജനം ലഭിക്കുക ഉത്തരേന്ത്യക്കാർക്കായിരിക്കുമെന്നാണ് പുസ്തകം പ്രതിപാദിക്കുന്നത്. ചടങ്ങിൽ K പ്രേമചന്ദ്രൻ, സുരേന്ദ്രൻ NK, K മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ഫുട്പാത്തിൽ ചെരുപ്പ് കുത്തുന്ന ജോലി ചെയ്യാൻ തൊഴിലാളികളെ പോലീസ് വിലക്കിയതായി പരാതി. അരനൂറ്റാണ്ടിലേറെയായി ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണിവർ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെരുപ്പ് കുത്തുന്ന ജോലി ചെയ്യുന്നവരെ ജോലിയിൽ നിന്നും പോലീസ് വിലക്കിയതായി പരാതി. അരനൂറ്റാണ്ടിലേറെ കാലമായി പലരും ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. ഒരു ദിവസം രാവിലെ പോലീസ് അധികാരികൾ വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട എന്ന് പറയുന്നതായാണ് തൊഴിലാളികൾ പറയുന്നത്. വിദ്യാഭ്യാസമുണ്ട് 13 കൊല്ലമായി. ഈ കൊല്ലമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം SIയിലെടുത്ത് വന്ന് SI വന്നിട്ട് ഫുട്പാത്തിൽ ബുദ്ധിമുട്ടാണ്. മറ്റവരെല്ലാം വന്ന് സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അന്നന്ന് ജോലി ചെയ്ത് ദിവസങ്ങൾ തള്ളിവിടുന്നവരാണ് ഇവരിലധികവും. സമ്പാദ്യമോ മുറി വാടകയ്ക്കെടുത്ത് ജോലി ചെയ്യുവാനുള്ള ശേഷിയോ ഇല്ല. ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവരാണ് ഇവരിൽ പലരും. നഗരത്തിൽ അനധികൃതമായി കച്ചവടം നടത്തുന്ന എത്രയോ പേർ ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട ഞങ്ങളെ മാത്രം എന്തിനാണ് അധികൃതർ ദ്രോഹിക്കുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് CITO നേതാവ് PV കുഞ്ഞപ്പൻ പറഞ്ഞു. ഈ പാവങ്ങള് ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് രാവിലെ ചെരുപ്പിന്റെ നൂലും തുന്നുന്ന നൂലും അതുപോലുള്ള സാധനങ്ങളെല്ലാം എടുത്തു വന്നിട്ട് പയ്യന്നൂർ ടൗണിൽ സഞ്ജീവ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന ദിവസങ്ങളിൽ അത് പറ്റില്ല, ഇവിടെ അനുവദിക്കില്ല എന്ന നിലപാട് ഒരു കാരണവശാലും ശരിയല്ല. ഇതിൽ നിന്ന് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിന്മാറണം. അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പാർക്കിംഗ് സൗകര്യമില്ലാതെ നെട്ടോട്ടമോടിയ പയ്യന്നൂരിലെ മിനി ടാക്സികൾക്ക് ആശ്വാസമായി പാർക്കിംഗ് സ്റ്റാൻഡ് നിലവിൽ വന്നു. മുകുന്ദ ഹോസ്പിറ്റലിന് സമീപത്താണ് സ്റ്റാൻഡ് നിലവിൽ വന്നത്. ദീർഘകാലമായുള്ള ടാക്സി ഡ്രൈവർമാരുടെ ആവശ്യമാണ് ഇതോടെ സഫലമായത്. പയ്യന്നൂരിൽ മിനി ടാക്സികൾക്ക് പാർക്കിംഗ് ഒരു പ്രശ്നമായ സാഹചര്യത്തിലാണ് തൊഴിലാളികൾ മുകുന്ദ ഹോസ്പിറ്റലിനടുത്തായി പാർക്കിംഗ് സൗകര്യമൊരുക്കിയത്. പുതുതായി നിരത്തിലിറങ്ങിയതിനാലാണ് ഈ വാഹനത്തിന് പാർക്കിംഗ് സൗകര്യമില്ലാതെ വന്നത്. നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ഇവർ ഈ പാർക്കിംഗ് സൗകര്യം കണ്ടുപിടിച്ചത്. ഡ്രൈവറടക്കം 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ ടാക്സിയുടെ മിനിമം ചാർജ് 21 രൂപയാണ്. 3 പേർക്കും ഡ്രൈവർക്കും കയറാവുന്ന ഓട്ടോയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ മിനി ടാക്സി. നമ്മുടെ നിരത്തുകളിലെ മറ്റുള്ള ചെറുകിട യാത്രാവാഹനങ്ങളെ പോലെ തന്നെ കുറഞ്ഞ ചെലവിൽ 4 യാത്രക്കാർക്കും ഡ്രൈവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന സുഖകരമായ ഒരു യാത്ര ലഭിക്കുന്ന വാഹനമാണ് ഈ പുതിയ ടാറ്റയുടെ വാഹനം. പയ്യന്നൂരിലെ പ്രദേശങ്ങളിൽ 180ഓളം വാഹനങ്ങൾ തന്നെ ഇവിടെ ഓടുന്നുണ്ട്. പല യാത്രക്കാരും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഭാവിയിൽ ഇനിയും കൂടുതലായിട്ട് ജനങ്ങൾ ഈ വാഹനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കുറഞ്ഞ നിരക്കിൽ തന്നെ മിതമായ നിരക്കിൽ തന്നെ മറ്റുള്ള ചെറുകിട വാഹനങ്ങളുടെ നിരക്കിൽ തന്നെ നല്ലൊരു യാത്ര സുഖകരമായ യാത്ര ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുകയാണ്. ഓട്ടോയെ പോലെ ഒരാൾ മാത്രം സഞ്ചരിച്ചാലും മിനിമം കൂലിയേ ആകുന്നുള്ളൂ എന്നതാണ് ഈ ടാക്സിയുടെ പ്രത്യേകത. ജോൺസൺ, നൌഷാദ്, ദിനേശ്, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. 60ന്റെ നിറവിൽ കീഴറ വിജ്ഞാനപോഷിണി ഗ്രന്ഥശാല വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ജനുവരി 11-ന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി നിറഞ്ഞുനിന്ന് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ
കീയറ വിജ്ഞാന പോഷണി ഗ്രന്ഥശാല 6 ദശകങ്ങൾ പൂർത്തിയാക്കുകയാണ്. 800 മെമ്പർമാർ ഉൾപ്പെടെ 20,000-ൽ-അധികം പുസ്തകങ്ങളുമായി പ്രദേശത്തെ ജനങ്ങൾക്ക് അറിവിന്റെ അക്ഷരദീപം പകർന്നു നൽകുന്നതിൽ ഏറെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. സ്വന്തമായി 3 നില കെട്ടിടം ഉൾപ്പെടെ സജ്ജമാക്കി വനിതാവേദി, ബാലവേദി, കാർഷിക വേദി, കാർഷിക ക്ലാസ്, തയ്യൽ പരിശീലന കേന്ദ്രം എന്നിവയും വിജയകരമായി നടത്തുന്നുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ജനുവരി 11-ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ.എ. സരള നിർവഹിക്കും. ടി.കെ. ദിവാകരൻ അധ്യക്ഷത വഹിക്കും. എം. ശ്യാമള, എം. ബാലൻ മാസ്റ്റർ, കെ.വി. നാരായണൻ, പി. ബൽറാം, കെ.പി. ശശിധരൻ എന്നിവർ സംസാരിക്കും. മാനവിക ഇന്ത്യ, മതേതര ഇന്ത്യ എന്ന വിഷയത്തിൽ വി.കെ. സുരേഷ് ബാബു പ്രഭാഷണം നടത്തും. തുടർന്ന് ഗാനസന്ധ്യയും അരങ്ങേറും. വാർഷികത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, നാടൻ കലാമേള, സിനിമാ ഫെസ്റ്റ്, മെഡിക്കൽ ക്യാമ്പ്, കുടുംബശ്രീ മേള, വനിതാ സംഗമം, കാർഷിക മേള, കുട്ടികളുടെ ക്യാമ്പ് എന്നിവയും തുടർനാളുകളിലായി ഒരുക്കുമെന്ന് വായനശാല ഭാരവാഹികളായ പി.എൻ. പവിത്രൻ, കെ.വി. മഹേഷ്, ടി.കെ. ദിവാകരൻ എന്നിവർ അറിയിച്ചു. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ് പഴയങ്ങാടി താവത്തെ മല്ലിക. ചിരട്ടയിലും മുളയിലും നിർമ്മിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവർക്ക് ഇന്ന് ജീവിതോപാധി കൂടിയാണ്. ചിരട്ടയിലും മുളയിലും വ്യത്യസ്തങ്ങളായ 100 കരകൗശല വസ്തുക്കളാണ് ഈ വീട്ടമ്മ നിർമ്മിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള കപ്പ്, ഭരണി, ഭസ്മക്കൊട്ട, പൂച്ച, ആമ, പെൻ സ്റ്റാൻഡ്, മുള കൊണ്ട് നിർമ്മിക്കുന്ന ഫ്ലവർ സ്റ്റാൻഡ്, പുട്ടുകുറ്റി, ഇങ്ങനെ പോകുന്നു വ്യത്യസ്തമായ കരകൗശല വസ്തുക്കൾ. ഒരു വിനോദത്തിനുപരിയായി ഇവർക്ക് ഇതൊരു വരുമാനമാർഗം കൂടിയാണ്. കുടുംബശ്രീ മേളകളിൽ മറ്റുമാണ് വിപണനം. കൂടാതെ കടകളിലേക്കും സാധനങ്ങൾ ഹോൾസെയിൽ വിലയിൽ നൽകി വരുന്നു. നമ്മുടെ വീടുകളിൽ കാണുന്ന ചിരട്ടയും മുളയും കൂടാതെ കൊട്ടനണ്ടൂരിൽ നിന്നും മൂടൻ ചിരട്ടകളും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നു. പഞ്ചായത്തിൽ നിന്ന് പരിശീലനം ലഭിച്ചിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു. പിന്നെ ഈഗിൾ ക്ലബിൻ്റെ അവരുടെ നേതൃത്വത്തിൽ കുറച്ചു കാലം ഇത് മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ അത് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹരിശ്രീ വനിതാവേദിയിലൂടെയാണ് ഇവർ കരകൗശല നിർമ്മാണ രംഗത്ത് എത്തിയത്. ക്ലബിന്റെ നേതൃത്വത്തിൽ 10 വനിതകൾക്ക് പരിശീലനം നൽകിയിരുന്നു. കൊട്ടനല്ലൂർ സ്വദേശി ഹുസൈനാണ് പരിശീലകൻ. മല്ലികയുടെ ഭർത്താവ് ടി. പ്രകാശനും അമ്മ പി. ശാന്തിയും കരകൗശല നിർമ്മാണത്തിന് ഇവരെ സഹായിക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് ഓർഡർ പ്രകാരം വ്യത്യസ്തങ്ങളായ കരകൗശല വസ്തുക്കൾ മല്ലിക നിർമ്മിച്ചു കൊടുക്കുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഡിസ്ക് ഇംഗ്ലീഷ് സ്കൂൾ മിലാദ് ഗ്രാൻഡ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തുടർന്ന് നബിദിന റാലിയും നടന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1489-ാം ജന്മദിനത്തിന്റെ ഭാഗമായാണ് കുഞ്ഞിമംഗലം ഡിസ്ക് ഇംഗ്ലീഷ് സ്കൂൾ മീലാദ് പ്രോഗ്രാം സൂറേ മദീന സംഘടിപ്പിച്ചത്. കെ.പി. അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മുഹ്യുദ്ദീൻ സഖാഫി മാട്ടൂൽ അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി നടന്ന അറബനമുട്ട് പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. പയ്യന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ സമ്മാന വിതരണം നിർവഹിച്ചു. കുഞ്ഞിമംഗലം അങ്ങാടി മുതൽ ഡിസ്ക് സ്കൂൾ വരെ നബിദിന റാലിയും നടന്നു. ടി.പി. ഇബ്രാഹിംകുട്ടി ഹാജി, ജമാലുദ്ദീൻ ബുഖാരി, ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സൗഹൃദങ്ങൾ വാക്കിലൊതുക്കുന്ന ഇന്നത്തെ കാലത്ത് സൗഹൃദത്തിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ഒരു കോഴിയും വളർത്തുനായും. ഒരു കൂട്ടിൽ ഉറങ്ങുന്നത് മുതൽ ആഹാരം കഴിപ്പുവരെ ഒരു പാത്രത്തിൽ നിന്നാണ് ഈ ഉറ്റ ചങ്ങാതികൾ. കണ്ടോത്ത് കിഴക്കേ കോവലിലെ സുരേന്ദ്രന്റെ വീട്ടിലാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുകമായി ഈ അപൂർവ ചങ്ങാത്തം. ഒരേ പാത്രത്തിലുണ്ടും ഒരേ പായയിലുറങ്ങിയും ജീവിച്ച മനുഷ്യ ചങ്ങാതിമാരെ നമ്മൾ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കണ്ടോത്ത് കിഴക്കേ കോവൽ സുരേന്ദ്രന്റെ വീട്ടിലെ വളർത്തുനായയും കോഴിയും ഒരു കൂട്ടിൽ കിടന്നും ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ചും എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. ഒരു മാസം മുമ്പ് സുരേന്ദ്രന് തോന്നിയ ഒരു കൗതുകത്തിൽ നിന്നാണ് ഇങ്ങനെയൊരു പരീക്ഷണം നടത്തുവാൻ വീട്ടുകാർ ഒരുങ്ങിയത്. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ ഈ ചങ്ങാത്തം ഇങ്ങനെയങ്ങ് മുന്നോട്ടു പോകട്ടെ എന്ന് സുരേന്ദ്രൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു കൂട്ടിന് കീഴിലെ നായയുടെയും കോഴിയുടെയും ചങ്ങാത്തം രസകരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നതെന്ന് വീട്ടുകാർ പറയുന്നു. ഇരുവർക്കും ഒരു പാത്രത്തിലാണ് ആഹാരം നൽകുന്നതെങ്കിലും ഓരോരുത്തരായാണ് അതിൽ നിന്നും ആഹാരം കഴിക്കുന്നത്. അതിരാവിലെ ഉണരുന്ന കോഴി നായയെ വിളിച്ചുണർത്തുന്ന കാഴ്ചയാണ് ഏറെ കൗതുകമുള്ളത്. സുന്ദരന്മാരായ നായയും കോഴിയും ഒരുമിച്ചുള്ള ഈ സഹവാസം അതിലും സുന്ദരമായ കാഴ്ചകളാണെന്ന് കാഴ്ചക്കാർ പറയുന്നു.
പലതിന്റെ പേരിലും പരസ്പരം പോരടിക്കുന്ന ഈ കാലത്ത് സുരേന്ദ്രന്റെ വീട്ടിലെ ഈ ചങ്ങാത്തം എല്ലാവർക്കും ഒരു പാഠവും കൗതുകവുമാകുന്നു. ഇനി ഉത്സവ വിശേഷങ്ങൾ. പെരിങ്ങോം ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. 6 മുതൽ 9 വരെ നടന്ന കളിയാട്ടത്തിൽ നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. സമാപന ദിവസം പ്രധാന ആരാധനാ ദേവതയായ കണ്ണങ്ങാട്ട് ഭഗവതി അരങ്ങിലെത്തി. മഴവില്ലിൻ ജാഗ്രതയോടെ വർണ്ണവിസ്മയങ്ങളുടെ നിറക്കാഴ്ച. കണ്ണോം ശ്രീ അഞ്ചുതെങ്ങിൽ ഐവർ പരദേവതാ ക്ഷേത്രം കളിയാട്ട മഹോത്സവം ജനുവരി 10 മുതൽ 12 വരെ നടക്കും. കരിവള്ളൂരിലെ CA കുഞ്ഞിരാമൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. ഭാര്യ കുഞ്ഞിമാണിക്കം ടീച്ചർ. സുരേന്ദ്രൻ, ശ്യാമള, മാലതി, അജിത് പ്രസാദ്, ബാബു രാംദാസ്, പരേതരായ വേണുഗോപാൽ, കാർത്തികേയൻ എന്നിവർ മക്കളാണ്. ഇനി അറിയിപ്പുകൾ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 25-26 തീയതികളിൽ ഭഗവതി സേവ, സർപ്പബലി, മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ വൈകുന്നേരം 7 മണി മുതൽ നടക്കും. കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി മാടാച്ചേരി സുധീഷ് ജനുവരി 11 ഞായറാഴ്ച രാത്രി 10-നും 12-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ആചാരപ്പെടും. തുടർന്ന് വടക്കേ ഭാഗം അടിയന്തരം നടക്കും. പ്രകൃതി ചികിത്സകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ഈയക്കാട്ടെ EV കുഞ്ഞികൃഷ്ണന്റെ 8ാം ചരമവാർഷികം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ നടക്കാവിൽ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. UDF-ൽ ഉമ്മൻചാണ്ടിയും VM സുധീരനും കീരിയും പാമ്പും പോലെയാണെന്ന് CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ INTUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പയ്യന്നൂരിൽ തുറന്നു. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ M നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അപകടക്കെണിയൊരുക്കി പെരുമ്പടവ് മാവുള്ളപ്പൊയിൽ പാലം ഭീഷണിയാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ. കാർഷിക മേഖല ശ്മശാന ഭൂമിയാവുകയാണ്. കാർഷിക മേഖലയിലുണ്ടായിരുന്ന സഹായ പദ്ധതികൾ വെട്ടിക്കുറച്ചതും ഉൽപ്പന്ന വില തകർച്ചയും കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയാണ്. ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. റേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സംബന്ധിച്ച് നെറ്റ്വർക്ക് ചാനൽ വാർത്ത ചെയ്തിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.